കേരള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടന്നതായി വെളിപ്പെടുത്തൽ. കോട്ടയത്തെ ചെറുപുഷ്പം ഫിലിംസ് ഉടമ കൊച്ചേട്ടനാണ് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തട്ടിപ്പിന്റെ രേഖകൾ ജയ്ഹിന്ദ് ന്യൂസിന് ലഭിച്ചു. ജയ്ഹിന്ദ് എക്സ്ക്ലൂസീവ്. 2003 GCDAയിൽ നിന്നും ചെറുപുഷ്പം ഫിലിംസ് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കേരള ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തിയ ട്രേഡ് സെന്റർ നിർമ്മാണത്തിലാണ് വൻ അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥർ എന്ന നിലയിൽ ചെറുപുഷ്പം ഫിലിംസിന് 40% ഓഹരിയും KCCAക്ക് 60% ഓഹരിയും എന്ന നിലയിലാണ് ആദ്യഘട്ട കരാർ. പിന്നീട് അത് 50:50 എന്നാക്കി മാറ്റി. എന്നാൽ ഈ കരാർ വ്യവസ്ഥകളെല്ലാം പിന്നീട് ലംഘിക്കപ്പെടുകയായിരുന്നു. വിദേശ വ്യാപാരികളിൽ നിന്നും സ്വദേശികളിൽ നിന്നും അടക്കം കോടിക്കണക്കിന് രൂപ നിക്ഷേപമായി സ്വീകരിച്ചാണ് ട്രേഡ് സെന്റർ നിർമ്മാണം നടത്തിയത്. നിക്ഷേപം നടത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിക്ഷേപകർക്ക് ട്രേഡ് സെന്ററിന്റെ സ്ഥലം കൈമാറ്റം ചെയ്യുകയോ രജിസ്റ്റർ ചെയ്ത് നൽകുകയോ ചെയ്തിട്ടില്ല. ബാങ്ക് സ്ഥലം ജപ്തി ചെയ്യുന്ന വിവരം അറിഞ്ഞപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം അറിഞ്ഞതെന്ന് ചെറുപുഷ്പം ഫിലിംസ് ഉടമ കൊച്ചേട്ടൻ ജയ്ഹിന്ദ് ന്യൂസിനോട് പറഞ്ഞു. ആദ്യമേ തന്നെ ചേംബറിന് ഫണ്ട് ഉണ്ടെന്നും അവർ ചെയ്തോളാമെന്നും പറഞ്ഞ് ഞങ്ങളുടെ വ്യവസ്ഥ അനുസരിച്ച് ഞങ്ങൾ ജോയിന്റ് അക്കൗണ്ടായിട്ട് തുടങ്ങണമെന്നുള്ളതാണ് ഞങ്ങളുടെ വ്യവസ്ഥ. ബാങ്കിലേക്ക് വരുന്ന കാശുകൾ ജോയിന്റ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഞാനും ചേംബറിന്റെ ഒരു പ്രതിനിധിയും കൂടെ കൂടി ചെക്ക് ഒപ്പിട്ടെടുക്കണമെന്നുള്ളതായിരുന്നു നിബന്ധന. അതൊന്നും അവർ എന്നോട് അറിയിക്കുകയോ എന്നെ കൊണ്ട് ഒപ്പിടിക്കുകയോ ചെയ്തിട്ട് ഒരു ചെക്കും അവർ തന്നെ എല്ലാം കൈകാര്യം ചെയ്തു. 2008 മുതൽ ഓഡിറ്റിംഗ് നടത്താതെ കോടികൾ വകമാറ്റുകയും ചെയ്തതോടെ ചെറുപുഷ്പം ഫിലിംസ് KCCAക്ക് നൽകിയ പവർ ഓഫ് അറ്റോർണി റദ്ദു ചെയ്യുകയും ചെയ്തു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചു പണിത ട്രേഡ് സെന്ററിന് കെട്ടിട നമ്പർ നൽകാൻ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്ത് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജയ്ഹിന്ദ് ന്യൂസ്, കോട്ടയം. കേരള ട്രേഡ് സെന്റർ കൺസ്ട്രക്ഷൻ സമിതിയുടെ പ്രവർത്തനം സുതാര്യമല്ലെന്നും കേരള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഡയറക്ടർ ബോർഡ് പോലും അറിയാതെയാണ് അനധികൃത നിർമ്മാണം നടത്തിയതെന്നും കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മുൻ വൈസ് ചെയർമാൻ MK അൻസാരി ജയ്ഹിന്ദ് ന്യൂസിനോട് പ്രതികരിച്ചു. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും ചെറുപുഷ്പം ഫിലിംസുമായി ഉള്ള ഒരു സംയുക്ത സംരംഭമാണ് എറണാകുളത്തെ മറൈൻ ഡ്രൈവിലുള്ള കേരള ട്രേഡ് സെന്റർ പ്രോജക്ട്. 2003 മുതൽ ചേംബറിന്റെ മുൻ ചെയർമാനായിരുന്ന ശ്രീ KN മർസൂഖ് എന്ന ആളാണ് ഈ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ. 4 വർഷക്കാലം ഞാൻ കേരള ചേംബറിന്റെ ഡയറക്ടർ ആയിരുന്നു. ആ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം ഒട്ടും സുതാര്യമല്ല. കേരള ചേംബറിന്റെ ഡയറക്ടർ ബോർഡ് പോലും അറിയാതെയാണ് അനധികൃതമായ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ഉയരം സംബന്ധിച്ച് ഏവിയേഷൻ നിബന്ധനകളുടെ ലംഘനവും നടന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാരണങ്ങളാൽ കോർപ്പറേഷൻ ഈ കെട്ടിടത്തിന് ഇതുവരെ നമ്പർ നൽകിയിട്ടില്ല. ഈ കേരള ട്രേഡ് സെന്ററിന്റെ നിർമ്മാണത്തിന് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു. ഈ തുക തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനാൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇപ്പോൾ കേരള ട്രേഡ് സെന്റർ ജപ്തി ചെയ്ത നിലയിലാണ് ഉള്ളത്.